പ്രേക്ഷകരാണ് എൻ്റെ ഊർജ്ജം എന്ന് പറഞ്ഞാണ്. അവരെൻ്റെ കൂടെയുണ്ട്, അവർക്കറിയാം ഞാൻ ആരാണ്, ഞാൻ എന്താണ്. അങ്ങനെ അവരുണ്ടാക്കിയതാണ് എന്നെ. അപ്പോൾ അതിനുള്ളൊരു ശ്രമം. ഇപ്പോൾ രാമലീല ഞാൻ തമാശ ഒന്നും ചെയ്യാത്തൊരു സിനിമയാണ്. അത് എൻ്റെ ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനിൽ ശരിക്കും പറഞ്ഞാൽ എൻ്റെ കരിയറിലെ ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്ററാക്കി മാറ്റിയായിരുന്നു. ഇവിടുത്തെ ജനങ്ങളാണ് അത് ചെയ്തത്. ആരും സിനിമ കാണരുതെന്ന് ചാനലൊക്കെ കൊട്ടി ആഘോഷിക്കുമ്പോൾ പ്രേക്ഷകരാണ് ഫസ്റ്റ് ഷോ തുടങ്ങിയിട്ട് അത്രയും ജനപ്രളയമായിരുന്നു തിയേറ്ററിലെല്ലാം. അതാണ് ഞാൻ പറഞ്ഞത്, പ്രേക്ഷകരാണ് എൻ്റെ ഊർജ്ജം എന്ന് പറഞ്ഞാണ്. അവരെൻ്റെ കൂടെയുണ്ട്, അവർക്കറിയാം ഞാൻ ആരാണ്, ഞാൻ എന്താണ്. അങ്ങനെ അവരുണ്ടാക്കിയതാണ് എന്നെ. ഫസ്റ്റ് ഷോ കഴിയുന്നതിന് മുമ്പ് തന്നെ ഈ ദിലീപ് സിനിമകളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് പല കമന്റുകളും വരാറുണ്ട്. അതിന് നമ്മൾ മൈൻഡ് ചെയ്യണ്ട. അതിന് അവർ അത് ചെയ്തോട്ടെ. നമുക്ക് എല്ലാവർക്കും അറിയാം അത് കുറേ ആളുകൾ അങ്ങനെ ഇരുന്ന് ചെയ്യുന്നതാണ്. അതിന് നമ്മൾ ഈ വഴിക്ക് ഇത് വിട്ടേക്കുക. നിങ്ങൾ നമ്മളെ വിശ്വസിക്കുക. നിങ്ങൾ ഇതുവരെ വിശ്വസിച്ചിട്ട് നമ്മൾ മോശമാക്കി. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ വിശ്വസിച്ച് വരുന്നു, നിങ്ങൾ ഞങ്ങളെ വിശ്വസിക്കുക. നമുക്ക് ഒരുമിച്ച് എൻജോയ് ചെയ്യാം. കാരണം ചില ആൾക്കാർ തമാശ മാത്രം മതി. പക്ഷെ ഒരു ആക്ടറെ സംബന്ധിച്ച് തമാശയും വേണം, ഇമോഷണൽ വേണം, എല്ലാത്തിലൂടെയും പോകാൻ പറ്റുക, അത് എല്ലാം സ്വീകരിക്കപ്പെടുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഭാഗ്യം ഒരു ആക്ടറെ സംബന്ധിച്ച്. പിന്നെ തമാശ പറഞ്ഞ് വലിപ്പിക്കുക എന്നുള്ളതും വേറൊരു ചലഞ്ചാണ്. നമ്മൾ ഒരാളെ, നമുക്കിപ്പോൾ ഞാൻ എപ്പോഴും പറയാറില്ല, കരയിപ്പിക്കാൻ പറ്റും. എനിക്ക് എൻ്റെ വിഷമങ്ങൾ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ കരയും. പക്ഷേ ഞാൻ നിങ്ങളെ ചിരിപ്പിക്കുക എന്ന് പറഞ്ഞത് കുറച്ചും കൂടി എനിക്ക് ഇത്തിരി കൂടി എന്താ പാടുള്ള ജോലി. പാടൽ മീൻസ് എനിക്ക് ആദ്യം ചിരിക്കാൻ പറ്റണം. ഞാനൊരു എന്താ പറയുക വൈറ്റ് പേപ്പർ ഇതിൽ നിന്ന് വേണം ഞാൻ വർക്ക് ചെയ്ത് വേണം നിങ്ങളെ ചിരിപ്പിക്കാൻ, അല്ലേ? അപ്പം നിങ്ങൾ വെറുതെ ഇരുന്ന് ചിരിക്കില്ലല്ലോ. ഇപ്പോൾ ദിലീപേട്ട, ഇപ്പോൾ രാമലീലയുടെ റിലീസ് ദിവസം പലതരത്തിലുള്ള ബോയ്ക്കോട്ട് കമാൻഡുകൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഹാഷ്ടാഗുകളൊക്കെ ട്രെൻഡിങ് ആയിരുന്ന സമയത്താണ് ജനങ്ങൾ പറയുന്നത് ഇത് ഞങ്ങളുടെ സിനിമയാണ്, ഞങ്ങളുടെ സിനിമയിൽ ദിലീപേട്ടൻ അഭിനയിക്കുകയാണെന്ന് പറയുന്നത്. അപ്പോൾ എന്നും ദിലീപ് എന്നൊരു നടനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മലയാളികൾക്ക് ഒരിക്കലും മടുക്കാത്തൊരു മുഖമാണ് ദിലീപിൻ്റെ എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ ആ ആരാധകരോട് ശരിക്കും എന്താണ് ബാന്ദ്ര വരുമ്പോഴത്തേക്കും പറയാനുള്ളത്? തീർച്ചയായിട്ടും ഇത് ഉറപ്പായിട്ട് പ്രേക്ഷകർക്ക് മാത്രമുള്ള സിനിമയാണ്. എന്ന് വെച്ചാൽ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടുള്ള, പ്രേക്ഷകരെ കണ്ടുണ്ടാക്കിയിട്ടുള്ള സിനിമയാണ്. സ്ക്രീനിലേക്ക് ഇങ്ങനെ ആയിരിക്കണം എന്ന് വിചാരിച്ചിട്ട്, അല്ലാണ്ട് വെറുതെ ഒരു സിനിമ ചെയ്തിട്ട് ഇതിൻ്റെ ലാഭം എടുക്കാമെന്നോ ഒരു സിനിമ ചെയ്യുന്നു എന്ന് വിചാരിച്ചിട്ടല്ല. ഇതിൻ്റെ പ്രൊഡ്യൂസർ ആണെങ്കിൽ പോലും ഈ സിനിമയുടെ ലാഭമോ വേറെ ഒന്നും നോക്കിയിട്ടല്ല. ശരിക്കും അദ്ദേഹം എടുത്തിരിക്കുന്ന വലിയ റിസ്ക് ആണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഈ സിനിമ ഇത് ഡിഫറെൻറ്റ് കോമ്പിനേഷനുള്ള ഈ മൂവി, അത് സ്ക്രീനിലാണ് ഇതിൻ്റെ എക്സ്പീരിയൻസ്. അത് നിങ്ങൾ സ്ക്രീനിൽ തന്നെ കാണണം. അല്ലാണ്ട് നിങ്ങളുടെ കുറേ എപ്പോഴെങ്കിലും എന്തെങ്കിലും ഞങ്ങളിപ്പോൾ ഇത് അടുത്ത മാസം OTT വരുന്നൊന്നും നമ്മൾ പറയില്ല എന്നല്ല, നുണ പറയില്ലെന്നല്ല, നമ്മൾ ചെയ്യല്ല. കാരണം ഇത് തിയേറ്റേഴ്സിനുള്ള സിനിമയാണ്. കാരണം ഇപ്പം നമ്മുടെ മുമ്പിൽ വന്ന എല്ലാം തിയേറ്റർ വിപ്ലവം ഉണ്ടാക്കിയത് കൊണ്ടാണ് ഇത് ഭയങ്കര ഹിറ്റുകളും കാര്യങ്ങളായത്. കാരണം അവൻ എൻഗേജ് ചെയ്യിപ്പിക്കുന്നുണ്ട്. നമ്മൾ സിനിമ ചെയ്യുമ്പോൾ പോലും അവനൊരു നിമിഷം പോലും ഫോണിലേക്ക് ശ്രദ്ധ പോകരുത്. അവൻ ഇതിൽ എൻഗേജ്ഡ് ആയിരിക്കണം. ഈ കണക്ഷൻ പോകരുത്. ഓഡിയൻസും ആക്ടേഴ്സും പെർഫോമൻസും തമ്മിലുള്ള കണക്ഷൻ പോകാതെ അവൻ സ്ക്രീനിൽ തന്നെ കണ്ട് അതിനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കണം. അതിന് ഉള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ, എഫക്ട്സ് എല്ലാം രസകരമായിട്ട് ദൈവം അനുഗ്രഹിച്ച ഈ സിനിമയിൽ നമ്മൾ ബ്ലെൻഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വാച്ച് ദ മൂവി ഇൻ തിയേറ്റർ.